ഇപ്പൊ ഇവളുടെ പ്രശ്നം കാരണം ജിയോങ്ങിന്റെ ലൈഫിന് ഡേഞ്ചർ ആവുമെന്ന് വിചാരിച്ച് ഡോഹി ഇനി ആ ചെയർമാൻ പോസ്റ്റ് വേണ്ടെന്ന് തീരുമാനിക്കും. അങ്ങനെ അതിനുവേണ്ടി അവൾ അടുത്ത ദിവസം മീറ്റിംഗ് അറേഞ്ച് ചെയ്യുമ്പോഴാണ് ജിയോങ്ങിന് നെഞ്ചുവേദന എടുക്കുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് പെയിൻ കില്ലർ അയച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഡോഹിയും വന്നിട്ട് അവൻ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെന്ന് ചോദിക്കും. പക്ഷെ അവൻ ആ ഗുളിക എടുത്ത് മറച്ചു വെച്ചിട്ട് ഡോഹി എനിക്കൊന്നും കുഴപ്പമില്ല, നമുക്കിപ്പോ മീറ്റിംഗിന് പോകണ്ടേ, വാ നമുക്ക് പോവാം എന്നിന് അവനും അവന്റെ വേദനയെല്ലാം മറച്ചു വെച്ചോണ്ട് അവളുടെ കൂടെ മീറ്റിംഗിന് പോകും. അപ്പോഴാണ് അവിടെ ഇവരെ കണ്ട് ഡൊക്യോങ്ങും അടുത്തേക്കൊന്ന് സംസാരിക്കും. മിസ്റ്റർ ജിയോങ്, നിങ്ങളാരെ കൊല്ലാൻ നോക്കിയെന്ന് ന്യൂസിനകത്ത് ഉണ്ടായിരുന്നല്ലേ, ഞാൻ വേണ ഒരു അഡ്വൈസർ ഇട്ടെ, പറ്റുമെങ്കിൽ ഡോഹിയുടെ അടുത്തിരുന്ന് അകന്നിരുന്നു, കാരണം അവളുടെ കൂടെ ഉള്ളവരെല്ലാരും പെട്ടെന്ന് തന്നെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുക എന്നിന് ഇവനും പറഞ്ഞോടെ ഇത് കേട്ട് ജിയോങ്ങും ഡോഹി ഞാൻ 2 അടി കൊടുത്തിട്ട് കേട്ടോ അവന് എന്നിന് ഇവൻ ദേഷ്യപ്പെടുമ്പോഴാണ് അവളും അവനെന്ന് മൈൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരകത്തേക്ക് പോകും. അതിനുശേഷം മീറ്റിംഗ് വെച്ച് അടുത്ത ചെയർമാൻ പൊസിഷന് വേണ്ടി എല്ലാരും വോട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ആദ്യം തന്നെ ഡോഹി ചാടി എഴുന്നേറ്റ് അവൾ ചെയർമാൻ പോസ്റ്റ് നിൽക്കുന്നില്ലെന്ന് അറിയും. ഇതോടെ അവരെല്ലാം മൊത്തത്തിൽ ഷോക്കാകുമ്പോഴാണ് ജിയോങ് അടുത്തേക്ക് വന്നിട്ട് ഡോഹി നീ എന്തോ പറയുന്നത് എന്നിന് അവൻ അവളെ ചോദ്യം ചെയ്യും. പക്ഷെ അവൾ ആ സ്ഥാനത്ത് നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ ഉടനെ ആ പൊസിഷൻ മാഡം ജോയുടെ മകന് തന്നെ പോകും. അതിനുശേഷം അവസാനം അവൻ ഇവിടെ പറഞ്ഞു കേട്ടിട്ട് ദേഷ്യത്തെ അടുത്തേക്ക് വരും. അപ്പോഴാണ് അവളും ജിയോങ് നമുക്ക് പുറത്തേക്ക് സംസാരിക്കാം എന്നിന് ഇവരുടെ ഇറങ്ങാൻ പോകുമ്പോഴാണ് അവിടേക്ക് മാഡം ജോയുടെ ഫാമിലിയും വന്നിട്ട് ഡോഹി നീ അവസാനം ഒരു നല്ല തീരുമാനം എടുത്തല്ലേ, കൺഗ്രാചുലേഷൻ എന്നിന് ഡൊക്യോങ്ങിന്റെ അച്ഛൻ എന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും എങ്കിൽ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇതോടെ നിർത്താവോ, എനിക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ വയ്യ, ഞാൻ എല്ലാം ക്ഷമിച്ച് ഇപ്പൊ ഞാൻ എല്ലാം മറക്കാൻ നോക്കുക, അതുകൊണ്ട് ഈ യുദ്ധം ഇവടോടെ നമുക്ക് നിർത്താം എന്നിന് അവളും പറഞ്ഞോടെ ഡൊക്യോങ്ങിന്റെ അച്ഛനും ഇവളുടെ എടുത്ത തീരുമാനം കിടില്ലെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം അവിടെ നിന്ന് പോകും. അതിനുശേഷം ജിയോങ്ങും അവളെ തടഞ്ഞെടുത്ത് ചോദിക്കും ഡോഹി നീ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞ, നിന്റെ പ്ലാൻ എന്തോന്ന് എന്നോട് പറ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ജിയോങ് ഇനി ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാൻ പോകുന്നില്ല, ഞാൻ മൊത്തത്തിൽ ടയേർഡായി, ഇനി എന്നും എനിക്ക് ആരെന്നെ കൊല്ലാൻ വരുമെന്ന് പേടിച്ചിങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് എല്ലാവരും പോലെ നോർമലായിട്ട് ജീവിക്കണം, പേടിയൊന്നുമില്ലാതെ ധൈര്യത്തോടെ പുറത്തിറങ്ങാൻ, അതിനു വേണ്ടിയാ ഞാനിത് ഇവളോട് അവസാനിച്ച് എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും ഡോഹി നീ കള്ളം പറയാന്ന് എനിക്കറിയാം, സത്യത്തിൽ റീസൺ എന്തോ എന്റെ കണ്ണു നോക്കി സംസാരിക്കും എന്നിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവളും കൈയെടുത്തിട്ട് ജിയോങ് എങ്കിൽ പിന്നെ സത്യം പറയട്ടെ, എനിക്ക് ഇനി നിന്നെ വിശ്വാസമില്ല, നിനക്ക് നിന്റെ പവർ പോലും ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ നീ എങ്ങനെ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇവിടെ തന്നെ നിർത്തിയത്, മതിയോ എന്നിന് ഇവളും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അതിനുശേഷം അവള് പറഞ്ഞിട്ട് അവന് വിഷമിച്ച് അവിടെ തന്നെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ മുകളിലിരുന്ന് ഡൊക്യോങ്ങും അവന്റെ അച്ഛനും കൂടെ കണ്ടോണ്ടിരിക്കും. അതേസമയം ഇപ്പൊ കില്ലറും ജിയോങ്ങിന്റെ ഫേസ് കണ്ടതുണ്ട് എപ്പം വേണമെങ്കിലും വന്ന് കൊല്ലാന്ന് പറഞ്ഞ് അവൻ മൊത്തത്തിൽ പേടിച്ചിരിക്കും. അപ്പോഴാണ് അവന്റെ ബോസിന്റെ അടുത്ത് മെസ്സേജ് വരുന്നത് ജിയോങ്ങിന്റെ പവറിൽ എന്തോ പ്രശ്നമുള്ളതുണ്ട്, അവനിപ്പോ അവന്റെ പവർ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഇത് കേട്ട കില്ലറിന് തിരിച്ച് ജീവൻ വരുന്നത്. അതിനുശേഷം ചെയർമാൻ പോസ്റ്റ് ഡൊക്യോങ്ങിന്റെ അച്ഛന് തന്നെ കിട്ടിയെന്ന് പറഞ്ഞ് ഇവെല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് ഡൊക്യോങ്ങും ദേഷ്യത്തി ഇത് ചെയർമാൻ ആയില്ലല്ല പിന്നെന്തിനാ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏതിന് അവനും പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ അച്ഛനും ദേഷ്യത്തി എല്ലാരും കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞ് അവൻ അവിടെ ഫോഴ്സ് ചെയ്തിരുത്തിപ്പിക്കും. എന്നിട്ട് ഇപ്പൊ ജിയോങ് അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഡോഹി പറഞ്ഞ കാര്യങ്ങൾ കാലിച്ച് വെക്കും. ഇവന്റെ കൈ പവർ ഇല്ലാത്തോണ്ട് ആദ്യം അവനെ തന്നെ അവന് സംരക്ഷിക്കാൻ പറ്റാത്ത കാലിച്ച്, പക്ഷെ ഡോഹി അങ്ങനെ പറയാൻ കാരണം ഇവള് കാരണം അവന്റെ ജീവന് പ്രശ്നം വരാതിരിക്കാനാണ്. അതേസമയം സിയോക്കും അവൾ സ്നേഹിക്കുന്ന വ്യക്തി വീണ്ടും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ജിയോങ്ങിനെ കുറിച്ച് പറഞ്ഞേക്കാലിച്ച് അവന് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ജിയോങ് വന്ന് അവനോട് ചോദിക്കുന്നത് സിയോക്ക് നിനക്കറിയാലേ ഡോഹി എന്തുകൊണ്ടാ ആ ചെയർമാൻ പോസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞ, സത്യത്തിൽ അവളുടെ റീസൺ എന്തോ ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് സിയോങ്ങും അവനടിച്ച ഡയലോഗ് അടിക്കുന്നത് ജിയോങ് നിനക്കറിയാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അവളോട് തന്നെ പോയി ചോദിക്ക്, എന്തിനാ എന്നോട് ചോദിക്കുന്നത് ഏതിന് ഇവൻ പറയുമ്പോഴാണ് ജിയോങ്ങും ദേഷ്യത്തി എടാ അവൾ എന്നോട് പറയത്തില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, ആണോ മിസ്റ്റർ ജിയോങ് നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞ അവൾ അങ്ങനെ പറയാതിരിക്കാൻ എന്തേലും റീസൺ കാണുമെന്ന് ഏതിന് സിയോക്കും പറയുമ്പോഴാണ് അവനും ദേഷ്യത്തി ഞാൻ അങ്ങനെ പറഞ്ഞാലും നീ അവളോട് പോയി ചോദിക്കണമായിരുന്നു, നിനക്ക് സത്യത്തിൽ അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഏതിന് ഇവനും ദേഷ്യപ്പെടുമ്പോഴാണ് സിയോക്കും കൈമാറ്റിയിട്ട് നിനക്ക് എന്തോ ഇപ്പം അവളുടെ റീസൺ എന്തോന്നല്ലേ അറിയണ്ട, ഞാൻ പറയാൻ വേണം കൊച്ചിലെ തൊട്ട് അവളുടെ പാരന്റ്സും പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് മാഡം ജോ മരിച്ചതെല്ലാം അവള് കാരണമെന്ന് അവൾ വിചാരിച്ചോണ്ടിരിക്കുന്നത്, ഇപ്പൊ നിന്നെ ആ കില്ലറും കുത്തിയില്ല, ഇനി അവൾ കാരണം നിന്റെ ജീവന് പ്രശ്നം വരുന്ന പേടിച്ച അവൾ എല്ലാ പ്രശ്നം നിർത്തി അവൾക്ക് ആ പോസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ല നീ കാരണം അവൾ അവരെയൊക്കെ വെറുതെ വിട്ട് എന്നിന് ഇവനും പറഞ്ഞോടെ ജിയോങ്ങും ദേഷ്യത്തി ഡോഹിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകും. പക്ഷെ അവൾ അവിടെ കാണത്തില്ല. അതോടെ അവന് ഫോൺ എടുത്ത് അവള് വിളിക്കുമ്പോഴാണ് അവളുടെ ഫോണ് വീട്ടിൽ തന്നെ വെച്ചിട്ട് പോയി കാണും. അപ്പോഴാണ് അതേസമയം ഡോഹിയെ കാണിക്കുന്നത് അവള് മാഡം ജോയുടെ വീട്ടിലേക്ക് വന്ന് കുറച്ച് സമയം റിലാക്സ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾ ഇവിടെ ഉള്ള കാര്യം അറിഞ്ഞ് ജിയോങ് അവിടെ ഓടിയെത്തുന്നത്. ഡോഹി വാ നമുക്ക് തിരിച്ചു പോവാം, നീ ഞാൻ കാരണം ഇതെല്ലാം നിർത്തുവാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചുപോയി അവരെ എതിർത്ത് വയ്ക്കാം, കാരണം നിന്റെ സന്തോഷം എന്റെ സന്തോഷം എന്നിനെ മാഡം ജോ പറഞ്ഞ അതേ ഡയലോഗ് ഇവനും പറയും. ഇത് കേട്ട് അവള് വിഷമിച്ച് ജിയോങ് ഞാൻ സ്നേഹിച്ച എല്ലാരും മരിച്ചുപോയി, എന്റെ പാരന്റ്സും മാഡം ജോയും, ഇനി ഞാൻ കാരണം നീ മരിക്കേണ്ടി വരും ഡോഹി, എനിക്കൊന്നും അത് പ്രശ്നമല്ല എന്നിന് അവനും പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്കൊന്ന് കിസ് ചെയ്യും. 나 왜 이러니 너만 떠오르고 힘든 일에도 웃음만 나오고 대체 내게 무슨 짓을 했어
അങ്ങനെ ഇവർ രണ്ട് റൊമാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ജിയോങ് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവന്റെ ചാർജ് ഫുള്ളായി പവർ മൊത്തത്തിൽ വർക്കാവും. അങ്ങനെ ഇത് കണ്ട് അവര് ഷോക്കായിരിക്കുമ്പോഴാണ് ഇനിയിപ്പോ റൊമാൻസ് ചെയ്താല് അവന്റെ പവറൊക്കെ തിരിച്ചിട്ടത്തുള്ളെന്ന് പറഞ്ഞ് ഇവർ ആ റീസൺ വെച്ചോണ്ട് തന്നെ രണ്ടുപേരും കൂടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഫേക്ക് കപ്പിൾസ് ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങിയപ്പം രണ്ടുപേരും റിയൽ കപ്പിൾസ് ആയിട്ട് മാറി. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം അവളും കണ്ണുറന്ന് നോക്കുമ്പോഴാണ് ജിയോങ്ങിനെ കണ്ട് അവള് ഷൈ ആയി കിടക്കും. അപ്പോഴാണ് അവനും ഡോഹി ഞാൻ കുറെ സമയമായിട്ട് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക, നിന്റെ ഫേസ് ആണില്ല, അതൊന്നും കുഴപ്പമില്ല. ഏതിന് ഇവനും പറയുമ്പോഴാണ് അവള് ഷൈ ആയിട്ട് ഫേസ് മറച്ചിരിക്കും. അപ്പോഴാണ് അവനും ഡോഹി നമുക്ക് പുറത്ത് കഴിക്കാൻ പോയാലോ. ഏതിന് ഇവൻ വിളിച്ചോടെ അവളും എന്തുവാ കഴിക്കാനോ, ഞാൻ വിചാരിച്ച് നിനക്ക് ചായ മാത്രം മതിയെന്ന്. ഏതിന് ഇവ രണ്ടും കൂടെ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ജിയോങ്ങും കപ്പിൾസിനുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അയാൾ ക്രിസ്മസ് സമയത്ത് അങ്ങനെയൊക്കെ റെഡിയാക്കി തരത്തുള്ളൂ പറയും. ഇത് കേട്ട് അവൻ അപ്സെറ്റ് ആയി. എല്ലാരെ പോലും കപ്പിൾ ഫുഡ് കഴിക്കാൻ നോക്കിയതാ, പക്ഷെ ഞാൻ എന്നും വരുന്ന കടയിൽ ഇതില്ലല്ലോ, ഇനിയിപ്പോ നമുക്ക് വേറെ കടയിൽ പോവാം. ഏതിന് അവൻ പറയുമ്പോഴാണ് അവളും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ ഫുഡ് ഓർഡർ ചെയ്യും. അപ്പോഴാണ് അവനും ഡോഹി ഈ ക്രിസ്മസിന് മാത്രം എന്തിനാ കപ്പിൾ ഫുഡ് വരുന്നത്, ബാക്കി ദിവസമൊക്കെ എന്ത് വെറുതെ കിടക്കുവാണോ. ഏതിന് ഇവൻ ചോദിച്ചോടെ അവളും ജിയോങ് ചിലപ്പോ ഈ ഹോട്ടൽ അങ്ങനെ ആയിരിക്കും, എന്തായാലും നമ്മൾ ക്രിസ്മസിനൊന്ന് ജീസസിന്റെ ബർത്ത്ഡേക്ക് തന്നെ നമുക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട കപ്പിൾ ഫുഡ് കഴിക്കാം. ഏതിന് ഇവൾ പറയുമ്പോഴാണ് അവനും എന്തുവാ ജീസസിന്റെ ബർത്ത്ഡേക്കോ. ഏതിന് ഇവൻ ഷോക്ക് ആയതോടെ അവളും എന്തുവാ നിനക്ക് ജീസസിന് ഇഷ്ടമല്ല. ഏതിന് ഇവൾ ചോദിക്കും. അപ്പോഴാണ് അവനും ആര് പറഞ്ഞു, അങ്ങനൊന്നുമില്ല, ഞാൻ ചുമ്മാ ഷോക്കായെന്നേ ഉള്ളു. ഏതിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സൈഡ് ഒരാളുടെ ശബ്ദം കേൾക്കുന്നത്. ഇതിനുമ്പോ ഒരു പെണ്ണ് എന്റെ പുറകെ വന്ന് നാളെ തന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച്, പക്ഷെ എനിക്ക് അവളെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മറ്റേ ദേഷ്യത്തിരിക്കുന്ന പട്ടിയെ പോലെ അവളെ വേണ്ടെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത്. ഏതിനെ മറ്റേ ഡേറ്റ് ചെയ്യുന്ന പയ്യനും വേറൊരു പെണ്ണുമാര് ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് ജിയോങ്ങും സാർ ഇപ്പൊ എന്തോ പറഞ്ഞ ദേഷ്യം വന്ന പട്ടിയെ പോലെയോ, അതുകൊണ്ടാണോ അന്ന് ഞാൻ കൊഞ്ച് മണപ്പിച്ചു നോക്കിയേ പട്ടിയെ പോലെ. എന്നിന് ഇവനെ ആക്കിയതോടെ ഇത് കണ്ട് മറ്റവനും മേടിച്ചിട്ട് എടി നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാം, ഇവിടെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. എന്നിന് നൈസിന് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് ജിയോങ്ങും ഡോഹി നിന്റെ കൈയും തന്നെ ഇവൻ നിന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ, അവനെ കുറച്ച് പാഠം പഠിപ്പിക്കണം, അവന്റെ മുക്ക് പട്ടിയെ പോലെ ആക്കി തരാം. എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും ജിയോങ് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനല്ല അവനെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചേ, അതിന് അവൻ എന്ത് തെറ്റ് ചെയ്ത്. ഏതിന് ഇവള് വേണ്ടെന്ന് പറയുമ്പോഴാണ് അവനും കുറച്ച് അപ്സെറ്റ് ആകും. അപ്പോഴാണ് അവളും പിന്നെ ജിയോങ് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നല്ലേ, ഇതെന്റെ കമ്പനിയുടെ ആനിവേഴ്സറി ആയതുകൊണ്ട് ഇന്ന് ഈ കമ്പനി പോകണ്ട. ഏതിന് ഇവളും പറഞ്ഞോടെ അവന് സന്തോഷത്തി. എങ്കിൽ പിന്നെ ഇന്ന് ഫുള്ള് നമുക്ക് ഡേറ്റ് ചെയ്യാം എല്ലാ കപ്പിൾസിനെ പോലും. ഏതിന് ഇവ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഡേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് അവൻ അവളോട് ഡോഹി സാധാരണ ഹ്യൂമൻസ് ഒക്കെ എങ്ങനെ ഡേറ്റ് ചെയ്യുന്നത്, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഡേറ്റ് എന്ന് വെച്ചാൽ ചുമ്മാ ഇഷ്ടപ്പെടുന്ന ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കും, അങ്ങനെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഏതിന് ഇവളും പറയുമ്പോഴാണ് അവിടെ ഒരു കപ്പിൾസ് പെയർ ആയിട്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് അവനും ഡോഹി എനിക്കത് കയറണം, നമുക്ക് അതേപോലെ റൈഡ് ചെയ്യാം. ഏതിന് ഇവനും അവളെയും വിളിച്ചോണ്ട് ഓരോരുത്തരും ചെയ്യുന്ന നോക്കി ഇവനത് കോപ്പി ചെയ്തോണ്ടിരിക്കും. അതേസമയം മാഡം ജോയുടെ മകളും ഡോഹി അങ്ങനെ പെട്ടെന്ന് ആ പോസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞ ഉടനെ അവർക്ക് ചെറിയായിട്ട് സംശയം തോന്നി. ഇവരറിയാത്തന്നെ സീക്രട്ട് ആയിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കും ഡോഹിയുടെ പ്ലാൻ എന്തോന്ന് പറഞ്ഞ്. പക്ഷെ സത്യത്തിൽ അവള് പ്രശ്നമൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞത്. ഇതൊന്നും അറിയാതെ അവരും ഡോഹിയെ കുറിച്ച് വലുതായിട്ട് വിചാരിച്ച് അവളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടോന്ന് ഫോളോ ചെയ്തോണ്ടിരിക്കും. അതിനെ ശിവരണ്ട് രാത്രി ഒരു ഡേറ്റ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് ഡോഹി ഷോക്കായി നിൽക്കുന്നത്. കാരണം കില്ലർ അവളുടെ വീട്ടിൽ പ്ലേ ചെയ്ത അതേ പാട്ട് പുറത്ത് എവിടാണ്ട് കേൾക്കുന്നത്. ഇതോടെ അവളും പേടിച്ചിരിക്കുമ്പോഴാണ് അത് വേറൊരു ലേഡിയുടെ റിംഗ് ടോൺ ആയിരുന്നു. അതിനുശേഷം അവര് ഫോൺ എടുത്ത് സംസാരിച്ചോണ്ട് പോകും. അപ്പോഴാണ് ഇതെല്ലാം ജിയോങ് നോട്ട് ചെയ്തിട്ട് അവൻ അകത്തേക്ക് ചെന്ന് ഇവളുടെ പേടി മാറാൻ വേണ്ടി വീണ്ടും ആ പാട്ട് പ്ലേ ചെയ്യും. ഇതോടെ അവളും കുറച്ച് പേടിയോടെ അവനെ നോക്കുമ്പോഴാണ് അവൻ അടുത്തേക്ക് വന്നിട്ട് ഡോഹി നമുക്ക് ഡാൻസ് കളിച്ചാലോ. ഏതിന് അവളും വിളിച്ചോണ്ട് പുറത്തേക്ക് പോകും. അതിനുശേഷം ഇവ രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് കളിക്കുമ്പോഴാണ് അവനും പറയുന്നത് ഡോഹി ഇനി തൊട്ട് ഈ പാട്ട് നമ്മുടെ ഫേവററ്റ് പാട്ടാ, അതുകൊണ്ട് വേറൊന്നും നീ ഓർമ്മ വയ്ക്കണ്ട. എന്നിട്ട് അവളുടെ ആ പേടി മാറാൻ വേണ്ടി ഇവ പുതിയതായിട്ട് മെമ്മറി ക്രിയേറ്റ് ചെയ്യും. അപ്പോഴാണ് പുറത്ത് മാഡം ജോയുടെ മകളെയും കാണിക്കുന്നത്. അവർ ഇവളെ ഫോളോ ചെയ്ത് തന്നെ ഇവിടേക്ക് വന്നാണ്. പക്ഷെ അവസാനം വരെ അവർ ഇന്നത്തെ ദിവസം കണ്ടത് ഇവരുടെ ഡേറ്റ് മാത്രമാ. അതോടെ അവരോട് ദേഷ്യത്തി ഡോഹിയുടെ അടുത്ത് ഒരു പ്ലാനും മണ്ണാൻ കിട്ടില്ലെന്ന് അവർക്ക് അവസാനം മനസ്സിലായി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് ഇപ്പൊ കില്ലറിനെ കാണിക്കുവാണ്. ഇപ്പൊ ജിയോങ്ങിന് അവന്റെ പവർ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞ ഉടനെ അവൻ വീണ്ടും അവരെ കൊല്ലാൻ വേണ്ടി ഒരു പ്ലാൻ റെഡിയാക്കും. അതേസമയം തന്നെ ഡൊക്കിങ്ങും അവന്റെ അച്ഛനായിട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ അച്ഛനെ ഒരു പാസ്റ്റ് വിചാരിച്ചു വെക്കുന്നത്. അതായത് മാഡം ജോ ഒരു ദിവസം പേടിച്ചു പറിച്ച് അന്ന് ഡോഹിയുടെ പാരന്റ്സിന്റെ ആക്സിഡന്റിന് ശേഷം അവർ വീട്ടിലേക്ക് ഒന്ന് കുളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഡൊക്കിങ്ങിന്റെ അച്ഛനും നോക്കുമ്പോൾ മാഡം ജോയും പേടിച്ച് അവരെന്തോ അകത്തിരുന്ന് പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അച്ഛൻ അവനോട് ചോദിക്കും ഡൊക്യോങ് നിനക്കറിയോ എന്റെ അമ്മ എന്തുകൊണ്ടാ നമ്മളെയൊക്കെ വെറുക്കുന്നതെന്ന്. ഏതിന് അച്ഛൻ ചോദിക്കുമ്പോഴാണ് അവനും അതിനൊക്കെ റീസൺ വേണോ, അവർക്ക് നമ്മളെന്ന് ഇഷ്ടമല്ല അതുകൊണ്ടല്ല. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അച്ഛനും അല്ല അവർക്ക് നമ്മളൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ, ആദ്യം അവർ ചെയ്ത തെറ്റിന് അവരെ തന്നെ വെറുക്കുക, അതുകൊണ്ട് അവരുടെ ചോരയെന്ന് വന്ന നമ്മളെയൊക്കെ അവർ വെറുക്കാൻ തുടങ്ങി, അതാ റീസൺ. എന്നിട്ട് അച്ഛനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡൊക്യോന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. ഇത് കണ്ട അച്ഛനും ഡൊക്യോങ് നീ 2 മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടോ, അത് വേറെ ഫോണാണല്ലോ. ഏതിന് അച്ഛനും സംശയപ്പെട്ടോടെ അവരെന്ന് മറിച്ചിട്ട് ഇത് ഞാൻ ഗേൾ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുന്നത്, നിങ്ങളൊന്നും ക്ഷമിക്കണ്ട, ഇത് കാരണം പ്രശ്നമൊന്നും വരത്തില്ല, ഞാൻ സോൾവ് ചെയ്തോളാം. ഏതിന് ഇവ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഡോഹി സന്തോഷത്തിൽ പുറത്തേക്ക് വന്നിട്ട് അവൾ ഇതുവരെ സന്തോഷം എന്ന് പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ചോണ്ടിരിക്കും. പക്ഷെ ഇന്നലെ ഡേറ്റ് ചെയ്തോടെ അവൾക്ക് സന്തോഷം എന്ന് മനസ്സിലായി ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ്
അവിടേക്ക് ജിയോങ് വന്നിട്ട് ഇന്നലത്തെ പോലെ വീണ്ടും ലീവ് എടുത്തോടാൻ ചോദിക്കും. അപ്പോഴാണ് അവളും ജിയോങ് ആനിവേഴ്സറി ഒരു ദിവസമേ നടത്തത്തുള്ളൂ, ഇങ്ങനെ 2 ദിവസം നടത്തത്തില്ല. ഏതിന് ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോഹിയുടെ സെക്രട്ടറി ഫോം വിളിച്ച് മാഡം ജോയുടെ മകനും ഇവൾ ചെയർമാൻ പോസ്റ്റിൽ നിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു ഡോക്യുമെന്റ് സൈൻ ഇടാൻ പറയും. അങ്ങനെ ഇത് കേട്ട് അവൾ അപ്പം തന്നെ കമ്പനിയിലേക്ക് പോകുമ്പോഴാണ് ജിയോങ്ങും പുറകെ ചെന്നിട്ട് ഡോഹി നിനക്ക് സത്യത്തിൽ അവരെയൊന്നും എതിർക്കണ്ട, നീ ഇതുവരെ കഷ്ടപ്പെട്ടേക്ക് മറന്നുപോയാ? ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ജിയോങ് ഞാൻ ആദ്യമായിട്ട് ഇത്ര സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്നത്, എനിക്ക് ഇതുവരെ സന്തോഷം എന്തോന്നല്ല അറിയത്തില്ലായിരുന്നു, ഇനി നീ വീണ്ടും പഴയതുപോലെ പേടിച്ച് ജീവിക്കാൻ പറയണോ? ഏതിന് ഇവൾ പറയുമ്പോഴാണ് അവനും ഡോഹി നീ നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനം എടുക്ക്, നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടേക്ക് പിന്നെ വെറുതെ ആക്കും. ഏതിന് അവന് ഫോഴ്സ് ചെയ്യുമ്പോഴാണ് അവളും പറയുന്നത് ജിയോങ് നീ തന്നെ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുള്ള നമുക്ക് ഈ ലോകത്ത് ഒന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ലെന്ന്, അതുകൊണ്ട് ഞാൻ ഇത് സാക്രിഫൈസ് ചെയ്ത് നിനക്ക് എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യുക, ഇനി എനിക്ക് അവരുടെ പുറകെ പോകാൻ വയ്യ. ഏതിന് അവൾ ആ ഡോക്യുമെന്റിനകത്ത് സൈൻ ഇടാൻ പോകും. അപ്പനാണ് അവനും എങ്കിൽ പിന്നെ ഡോഹി എനിക്ക് ആ കില്ലറിന്റെ ഫേസ് പകുതി ഓർമ്മയുണ്ട്, അതും വെച്ച് നീ ആ കില്ലറിനെങ്കിലും ആദ്യം കാണ്, എന്നിട്ട് നീ ഒന്ന് സൈൻ ചെയ്തോ, അല്ലെങ്കിൽ അവസാനം വരെ നീ പേടിച്ച് ജീവിക്കേണ്ടി വരും. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും ഓക്കെ എങ്കിൽ പിന്നെ ആ കില്ലറിന്റെ ഫേസ് കണ്ടിട്ട് ഒന്ന് സൈൻ ചെയ്തോളാം. ഏതിന് അവൾ അവളുടെ കൈ എടുക്കുമ്പോഴാണ് ജിയോങ് അവന്റെ പവർ യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇപ്പൊ അവന്റെ പവർ വർക്ക് ആകത്തില്ല. അപ്പനാണ് അവളും എന്തോ പറ്റി നിന്റെ ചാർജ് അതിനുമ്പ് തീർന്നോയോ? എന്നിട്ട് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സിയോ കയറി വരുന്നത്. അതിനുശേഷം ജിയോങ് അവളുടെ കൈ പിടിച്ചേക്കുന്ന കണ്ട് അവന് വീണ്ടും ഡൗട്ട് വരും. അപ്പനാണ് അവനും കൈ എടുത്തിട്ട് ഇവന് വേറെ പണിയൊന്നുമില്ല, എപ്പോഴും ഇവിടേക്ക് തന്നെയാണല്ലേ വരുന്നത്. ഏതിനെ ജിയോങ് പിറുവിറുത്തോണ്ടേ പുറത്തേക്ക് പോകും. അതിനുശേഷം ഇവരുടെ കൂടെ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോഴാണ് സിയോക്ക് അവളുടെ ഡാറ്റ് കണ്ടിട്ട് ഡോഹി നിനക്ക് ഓർമ്മയുണ്ടോ പണ്ടൊരു പ്രാവശ്യം നമ്മൾ പുറത്ത് ഡാറ്റ് അടിക്കാൻ പോയപ്പം നിനക്ക് ആ സൂചിയെ കണ്ടിട്ട് പേടിയാവുന്ന എന്നോട് പറഞ്ഞു, പക്ഷെ ഇപ്പൊ നീ എങ്ങനെ ഡാറ്റ് അടിച്ചേക്കുന്നത്? ഏതിന് ഇവനും ചോദിച്ചോടെ അവളും ടെൻഷനായി. ഓ ഇത് ഞാൻ ഡാറ്റ് അടിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഡ്രിങ്ക് ചെയ്തപ്പോഴാ, അതുകൊണ്ട് എനിക്ക് വേദന അറിയാത്ത. എന്നിട്ട് അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും. അപ്പോഴാണ് അവൻ്റെ അത് മനസ്സിലാക്കി ഡോഹി നീ ആ ചെയർമാൻ പോസ്റ്റ് അവർക്ക് വിട്ടുകൊടുക്കുന്നത് ഉറപ്പായിട്ട് നിൽക്കുവാണോ, നിനക്കതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും എനിക്കെന്ത് പ്രശ്നം, ഞാൻ ഇപ്പോഴാ സമാധാനിച്ച് ജീവിക്കുന്നത്. ഏതിന് അവളും പറഞ്ഞോടെ അവനെങ്കിൽ പിന്നെ കാണാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴാണ് ജിയോങ്ങിനെ കണ്ട് ഇവനടുത്തേക്ക് വന്ന് ജിയോങ് നീ ഒന്ന് പുറത്തേക്കരോ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഏതിന് അവനും പറഞ്ഞിട്ട് പോയോടെ ഇത് കേട്ട് അവനും ഞാൻ വിചാരിക്കുന്ന ഇവന് അവളെക്കാൾ എന്നോടാ ഇഷ്ടമെന്ന്, എപ്പോഴും എന്നോടാണല്ലോ കൂടുതലും സംസാരിക്കുന്നത്. ഏതിന് അവനും പറഞ്ഞോണ്ടേ പുറകെ പോകും. അപ്പോഴാണ് സിയോക്ക് അവനെ കണ്ടിട്ട് ജിയോങ് ഇപ്പൊ നിനക്ക് നെഞ്ചോനൊന്നും ഇല്ലെന്ന് തോന്നില്ല, നീ മൊത്തത്തിൽ ഓക്കെ ആയിട്ട് തോന്നുന്നത്, അത്രയ്ക്കും പെട്ടെന്ന് മുറിവൊക്കെ മാറുമോ, ഇത് കുറച്ച് ഫാസ്റ്റ് ആയി പോയി. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവനും അതിനിപ്പോ എന്ത് ചെയ്യാനാ, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് റിക്കവർ ആവും, അത് ജന്മന ഉള്ള. ഏതിന് ഇവൻ പറയുമ്പോഴാണ് സിയോക്കും വാമ്പയർസ് ഇങ്ങനെ അവരൊക്കെ മനുഷ്യരുടെ ചോര പിടിച്ച് പെട്ടെന്ന് ഹെൽത്തി ആവും. എന്നിട്ട് സിയോക്കും പറഞ്ഞോടെ അവനും ദേഷ്യത്തി എടാ ഇപ്പോഴും നീ ആ വാമ്പയറിനെ വെറുതെ വിട്ടില്ല, നീ എന്നെ വീണ്ടും വാമ്പയറായിട്ട് കമ്പയർ ചെയ്യണോ, നിനക്കെന്തോ വാമ്പയർ അത്രയ്ക്ക് ഇഷ്ടമാണോ? എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും എനിക്ക് വാമ്പയറിനോടും താല്പര്യമില്ല, എനിക്ക് നിന്റെ കാര്യത്തിലാ താല്പര്യം. നിന്നെ സിയോക്കും പറഞ്ഞോടെ അവനും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് എന്തുവാ നീ പറയുന്നത്, അപ്പൊ നീ ഗേ ആണോ, ചുമ്മാ അതല്ലേ എപ്പോഴും എൻ്റെ കൂടെ സംസാരിക്കണം എന്ന് പറയുന്നത്. ഏതിന് അവനും കളിയാക്കുമ്പോഴാണ് സിയോക്ക് അതൊന്നും മൈൻഡ് ചെയ്യാതെ എടാ സത്യത്തിൽ നിനക്ക് ഡോഹിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ കാരണം അവൾ ഇതുവരെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ എഫോർട്ടൊക്കെ നഷ്ടപ്പെടുത്തല്, അവളുടെ ആഗ്രഹം തന്നെ മാഡം ജോയെ കൊന്ന ആരാന്ന് തെളിയിക്കുന്നത്. ഏതിന് ഇവനും പറയുമ്പോഴാണ് ജിയോങ് ചാടി എഴുന്നേറ്റ് സിയോക്ക് നീ ഒന്നും വിഷമിക്കണ്ട, ഞാനും വെറുതെ നോക്കി നിൽക്കാൻ പോകുന്നില്ല, എന്റെ ആഗ്രഹവും അവരെ കണ്ടെത്തുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഗുണമായ, എനിക്ക് അവനെ റിവെഞ്ച് ചെയ്യണം. ഏതിന് അവനും പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്കായിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.